Hello everyone, welcome to Expert GAN Corporate Training and Consulting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്സലിലെ ഫംഗ്ഷനായ റാപ്ടെക്സിനെ കുറിച്ചാണ്. എന്താണ് റാപ്ടെക്സ്? റാപ്ടെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കവർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം നമ്മളുടെ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് ആക്ച്വലി ആ ടീമിൻ്റെ പേര്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ എന്ന് മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. കാരണം ഈ നമ്മളെ മാഞ്ചസ്റ്ററിന്റെ ബാക്കി നെയിം ഈ സെല്ലിന്റെ ഉള്ളിൽ ആയി പോയിട്ടുണ്ട്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത് ഒരു വലിയ പേരായതുകൊണ്ട് ആക്ച്വലി അത് നമ്മൾ സി എന്ന് പറയുന്ന C6 സെല്ലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ ഒരു ഓപ്ഷനാണ് ഈ സെല്ല് വലുതാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പേര് ഫുള്ളായിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളതാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ല് സെലക്ട് ചെയ്യുക. റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സെല്ലിന്റെ വലിപ്പം കൂട്ടേണ്ട ആവശ്യമില്ല. പേര് ഫുള്ളായിട്ട് എന്താവും, ആ സെല്ലിന്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വരും. ഇതാണ് റാപ്പ് ടെക്സ്റ്റ്. നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന കേസിൽ ഈ ഒരു സെല്ല് ഞാനിപ്പോൾ ഒന്നുകൂടെ ചെറുതാക്കി. അങ്ങനെ വരുമ്പം ഈ നെയിം ഫുള്ളായിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, റാപ്പ് ടെക്സ്റ്റ് യൂസ് ചെയ്യും. അപ്പം ഒന്നെങ്കിൽ റാപ്പ് ടെക്സ്റ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെല്ലിന്റെ വലിപ്പം കൂട്ടാൻ പറ്റും. പക്ഷെ ചില കേസിൽ നമുക്ക് സെല്ലിന്റെ വലിപ്പം കൂട്ടാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ റാപ്പ് ടെക്സ്റ്റ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷനാണ് മെർജ് ആൻഡ് സെന്റർ. അപ്പം മെർജ് ആൻഡ് സെന്ററിൽ നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഇവിടെ D1 and E1 എന്ന് പറയുന്ന സെല്ലുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സെല്ലാക്കണമെങ്കിലാണ് നമ്മൾ മെർജ് ആൻഡ് സെന്റർ യൂസ് ചെയ്യുക. ഇപ്പം ഞാനത് കാണിച്ചു തരാം. ഇപ്പം D and E എന്ന് പറയുന്ന രണ്ട് സെല്ലും അല്ലെങ്കിൽ ഈ 3 സെല്ലും സെലക്ട് ചെയ്യുക. അത് സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം മെർജ് ആൻഡ് സെന്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് എന്താക്കാൻ പറ്റും, ഒരു സെല്ലായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സെല്ലായിട്ട് മാറും. ഇതാണ് മെർജ് ആൻഡ് സെന്റർ.